ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുഖം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിണ്ടി, ആ കിണ്ടി വെച്ച സംഭവം നമുക്കറിയാം. വലിയ വലിയ മശായിഖന്മാരൊരിക്കൽ കാണാൻ വന്നപ്പോ സാധാരണ വെക്കുന്ന രൂപത്തിലല്ല ആ കിണ്ടി വെച്ചിട്ടുള്ളത്. ഒരു സാധാരണ സമീപത്ത് ഖാദിമാണിത് ശ്രദ്ധിക്കേണ്ടത്. ഓസുല്ലാദമിന്റെ മജ്‌ലിസിൽ വന്ന മശായിഖന്മാരിങ്ങനെ നോക്കി, ഇതൊന്തൊരു വെപ്പാണ്, ഇങ്ങനുണ്ടോ ഒരാള് വെക്കല്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒറ്റ നോട്ടം അങ്ങ് നോക്കിയതാണ്. ആ നോട്ടത്തിൽ തന്നെ ആ ഖാദിമ് മയ്യിത്തായി വീണുപോയി. കിണ്ടി അപ്പോൾ തന്നെ അത് ഖിബിലയുടെ ഭാഗത്തേക്ക് സ്വന്തം തിരിയുകയാണ്. അതല്ലേ ശൈഖ് അവറുകളെ സംബന്ധിച്ചു പറഞ്ഞത്, അവരെ വെറുപ്പിച്ച വസ്തുവിനെ അവരെ ഒരു നോക്കാൽ അതിനെ അമർത്തോവർ. അവരൊന്ന് നോക്കിയാൽ കഴിഞ്ഞില്ലേ കാര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹിയുദ്ദീൻ മാല മജ്ലിസ് എന്നും പറഞ്ഞിട്ട് പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൗഷാദ് ഹസനി എന്ന് പറയുന്ന മാല മൗലീദ് കുത്തിറാത്തീബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പിരാന്ത് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി. ഇവിടെ എന്തേ പറഞ്ഞത്, സാധാരണ വെക്കുന്ന ഒരു സംഭവമുണ്ട്. കിണ്ടി എന്ത് സാധാരണ വെക്കലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? കിണ്ടി എവിടേക്ക് വേണം തിരിച്ചു വെക്കാം അല്ലേ? ഈ കീ എന്ന് പറയുന്നിടത്ത് കൂ ആക്കിയിട്ടുള്ള ഇണ്ടി എവിടേക്ക് തിരിച്ചു വെക്കാന്നുള്ളത് പോലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ടോയ്ലറ്റ് പോകുമ്പോ ഈ കീ എന്ന് പറഞ്ഞിടത്ത് കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇണ്ടി അത് തിരിച്ചു വെക്കേണ്ട കാര്യം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. എന്നാൽ കൂ എന്ന് പറയുന്ന ഈ ഇണ്ടിയല്ല, കീ എന്ന് പറയുന്ന ഈ ഇണ്ടി ഇത് എവിടേക്കെങ്കിലും തിരിച്ചു വെക്കാൻ പാടില്ല എന്നോ വെക്കണമെന്നോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നൗഷാദെ ഹസനി എന്നും പറഞ്ഞിട്ട്? എവിടെ പോയിട്ട് എന്തോ പഠിച്ചിട്ട് എന്തോ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ബിരുദാണെന്ന് പറഞ്ഞ് നടക്കുന്ന നൗഷാദെ, താങ്കൾ പറയണം, കിണ്ടിയോ കുട്ടിയോ ഇത് എവിടേക്കെങ്കിലും തിരിച്ചു വെക്കാൻ പാടില്ല എന്നോ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നോ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? എന്ത് നുണയാണ് പറയണത്? ഇനി അതൊക്കെ പോട്ടെ, ഇത് കിണ്ടി അത് തിരിച്ചു വെച്ചത് സാധാരണ വെക്കുന്നിടത്തേക്കല്ല. അപ്പൊ അവരുടെ സാധാരണമായിട്ടുള്ള ഒരു വെക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ചിലപ്പോൾ തെക്കോട്ടായിരിക്കും, അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങട്ടേലും ആയിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്. അവിടേക്കല്ല എന്നുള്ള കാരണം കൊണ്ട് ഷെയ്ഖ് മുരീദിന് ഒരൊറ്റ നോട്ടണ്ട് നോക്കി, അപ്പൊ തന്നെ ചത്തുപോയി എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞത് എന്താ ദുർവാസാവോ? പുരാണത്തിലെ കെട്ടുകഥയിൽ പറയുന്ന ദുർവാസാവ്. മൂപ്പർക്ക് ദേഷ്യം വന്നിട്ട് മൂപ്പരണ്ട് നോക്കിക്കഴിഞ്ഞാല് കണ്ണിന്ന് പൊന്നീച്ചയും പിന്നെ കുറെ ഈച്ചകളൊക്കെ പാറിയിട്ട് മുമ്പിലുള്ളവരൊക്കെ കത്തി ഭസ്മായി പോകുന്ന എന്ത് നുണയാണ് നൗഷാദ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ നുണ പറഞ്ഞിട്ട് എന്താണ് താങ്കൾക്കൊക്കെ ലാഭം? ഈ ഇസ്ലാമിനെ ഈ രൂപത്തില് വക്രവൽക്കരിച്ചുകൊണ്ട്, ഈ പച്ച പൊള്ളു പറഞ്ഞുകൊണ്ട് എന്താണ് താങ്കളൊക്കെ നേടുന്നത്? ആ നേട്ടം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരമോന്നത കോടതിയിൽ പോയി നിൽക്കുമ്പോ നിങ്ങൾക്ക് ഉപകരിക്കുമോ അതോ ഉപദ്രവമാവുമോ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക, മനസ്സിലാക്കുക. ഉമ്മത്തെ, സഹോദരന്മാരെ അടുത്ത് പറയുവാനുള്ളത്, ഇതുപോലെയുള്ള ജഹാലത്തിന്റെ വക്താക്കളായിട്ടുള്ള പൗരോഹിത്യ വേഷധാരികളായിട്ടുള്ള ഈ ദജ്ജാലൂന കദ്ദാബൂനകൾ നിങ്ങളെയൊക്കെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കാണ്. അവിടെ നിന്നും രക്ഷപ്പെടുവാൻ ഇതുപോലെയുള്ള ദജ്ജാലുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.